എല്ലാവർക്കും PSC ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ബാങ്ക് ക്ലർക്ക് കം കാഷ്യറിൻ്റെ സൊസൈറ്റി കാറ്റഗറിയുടെ നിയമന സാധ്യതകളാണ്. കേരള ബാങ്ക് ക്ലർക്ക് കം കാഷ്യറിൻ്റെ മോഡൽ റൊട്ടേഷണൽ ചാർട്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമന സാധ്യതകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. കേരള ബാങ്ക് 2 കാറ്റഗറിയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. പാർട്ട് 1 ജനറൽ കാറ്റഗറി, അത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാറ്റഗറിയാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സൊസൈറ്റി കാറ്റഗറി. ഇത് സൊസൈറ്റി ജീവനക്കാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാറ്റഗറിയാണ്. രണ്ടിനും പ്രത്യേക റാങ്ക് ലിസ്റ്റും പ്രത്യേകം എക്സാമും ആയിരുന്നു. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൊസൈറ്റി കാറ്റഗറിയുടെ നിയമന സാധ്യതകളാണ്. 31/5/2025 നിലവിൽ വന്ന കേരള ബാങ്ക് ക്ലർക്ക് കം കാഷ്യറിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിൽ 882 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 460 പേരും ഭിന്നശേഷി പട്ടികയിൽ 12 പേരടക്കം മൊത്തം 1354 പേരുടെ റാങ്ക് ലിസ്റ്റ് ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള മോഡൽ റൊട്ടേഷണൽ ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സാധ്യതകൾ പരിശോധിക്കുന്നത്. സംവരണ നിയമം അനുസരിച്ച് മാക്സിമം റിസർവേഷൻ 50% മാത്രമേ വരാൻ പാടുള്ളൂ. ബാക്കി 50% എന്നുള്ളത് ഓപ്പൺ കാറ്റഗറിയുടേതാണ്. ഈ 50%-ൽ നിന്നാണ് 10% EWSനായി നീക്കിവെച്ചിട്ടുള്ളത്. റിസർവേഷൻ കാറ്റഗറിയിൽ നിന്ന് 50%-ൽ കൂടുതൽ വരികയാണെങ്കിൽ ആ ടേൺ TPO ആക്കി മാറ്റിവെച്ച് തൊട്ടടുത്ത് അഡ്വൈസ് കൊടുക്കുകയാണ് പതിവ്. അപ്പോൾ റൊട്ടേഷണൽ ചാർട്ടിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും, എന്നാൽ വലിയൊരു മാറ്റം വരാനും സാധ്യതയില്ല. 3 രീതിയിലുള്ള സാധ്യതകളാണ് നമ്മൾ സൊസൈറ്റി കാറ്റഗറിയിലും പരിശോധിക്കുന്നത്. ഒന്നാമത്തെ സാധ്യതയായി നമ്മൾ പരിശോധിക്കുന്നത് 600 വേക്കൻസികൾ ഉണ്ടായാൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളതാണ് ഇതിൽ പരിശോധിക്കുന്നത്. രണ്ടാമത്തെ സാധ്യതയായി നമ്മൾ പരിശോധിക്കുന്നത് 800 വേക്കൻസികൾ ഉണ്ടായാൽ ഏതൊക്കെ കാറ്റഗറിക്കാണ് നിയമന സാധ്യത കിട്ടുക, റിസർവേഷൻ കാറ്റഗറിയിൽ നിന്ന് ഏത് റാങ്കുള്ള ആൾ വരെ ഇതിൽ ഉൾപ്പെടും എന്നുള്ളതാണ് രണ്ടാമത്തെ സാധ്യതയായി നമ്മൾ പരിശോധിക്കുന്നത്. മൂന്നാമതായി നമ്മൾ പരിശോധിക്കുന്നത് മെയിൻ ലിസ്റ്റിലെ 882 പേർക്കും നിയമനം ലഭിക്കണമെങ്കിൽ 1049 ഒഴിവുകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അങ്ങനെ 1049 ഒഴിവുകൾ ഉണ്ടായാൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളതാണ് നമ്മൾ മൂന്നാമതായിട്ട് പരിശോധിക്കുന്നത്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒന്നാമത്തെ സാധ്യതയായ 600 ഒഴിവുകൾ വന്നാൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 437 റാങ്കും, EBT 434, മുസ്ലിം 50, OBC 447, വിശ്വകർമ്മ 670, EWS സപ്ലി 3, LC സപ്ലി 13, ഹിന്ദു നാടർ സപ്ലി 2, SC സപ്ലി 3, ST സപ്ലി 1, ധീവര സപ്ലി 2, SCC സപ്ലി 2, SIUC നാടർ സപ്ലി 4, ഡിഫറൻ്റ്ലി ഏബിൾ LV നോട്ട് അവൈലബിൾ, ഡിഫറൻ്റ്ലി ഏബിൾ LD 801 റാങ്ക്, ഡിഫറൻ്റ്ലി ഏബിൾ HI 3 റാങ്ക്, ഡിഫറൻ്റ്ലി ഏബിൾ M നോട്ട് അവൈലബിൾ. അടുത്തതായി 800 വേക്കൻസികൾ ഉണ്ടായാൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അങ്ങനെ വന്നാൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 627 റാങ്കും, EBT 631, മുസ്ലിം 52, OBC 659, വിശ്വകർമ്മ സപ്ലി 7, EWS സപ്ലി 3, LC സപ്ലി 13, ഹിന്ദു നാടർ സപ്ലി 2, SC സപ്ലി 25, ST സപ്ലി 1, ധീവര സപ്ലി 4, SCC സപ്ലി 2, SIUC നാടർ സപ്ലി 6, ഡിഫറൻ്റ്ലി ഏബിൾ LV നോട്ട് അവൈലബിൾ, ഡിഫറൻ്റ്ലി ഏബിൾ LD 1, ഡിഫറൻ്റ്ലി ഏബിൾ HI 3, ഡിഫറൻ്റ്ലി ഏബിൾ M നോട്ട് അവൈലബിൾ. അടുത്തതായി മെയിൻ ലിസ്റ്റിലെ 882 പേർക്കും നിയമനം ലഭിക്കണമെങ്കിൽ 1049 ഒഴിവുകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അങ്ങനെ വന്നാൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 881 റാങ്കും, EBT 882, മുസ്ലിം 52, OBC സപ്ലി 1, വിശ്വകർമ്മ സപ്ലി 18, EWS സപ്ലി 3,
LC സപ്ലി 13, ഹിന്ദു നാടാർ സപ്ലി 2, SC സപ്ലി 53, ST സപ്ലി 1, ധീവര സപ്ലി 8, SCC സപ്ലി 2, SIUC നാടാർ സപ്ലി 6, ഡിഫറൻ്റ്ലി ഏബിൾ LV നോട്ട് അവൈലബിൾ, ഡിഫറൻ്റ്ലി ഏബിൾ LD സപ്ലി 5, ഡിഫറൻ്റ്ലി ഏബിൾ HI സപ്ലി 3, ഡിഫറൻ്റ്ലി ഏബിൾ M നോട്ട് അവൈലബിൾ. സൊസൈറ്റി കാറ്റഗറിയുടെ 3 രീതിയിലുള്ള സാധ്യതകൾ നമ്മൾ പരിശോധിച്ചപ്പോൾ 600 വേക്കൻസി, 800 വേക്കൻസി, 1049 വേക്കൻസി ഇങ്ങനെ വന്നാലുള്ള സാധ്യതകൾ നമ്മൾ പരിശോധിച്ചപ്പോൾ EWS, LC, ഹിന്ദു നാടാർ, ST എന്നിവ മുസ്ലിം ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് ഈ ലിസ്റ്റിൽ നിന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ 207 ഒഴിവുകൾ സൊസൈറ്റി കാറ്റഗറിയിൽ ഉള്ളതിനാൽ വളരെ നല്ല രീതിയിൽ നിയമനം നടക്കാൻ സാധ്യതയുള്ളൊരു പോസ്റ്റാണ് സൊസൈറ്റി കാറ്റഗറി.